നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ഗാന്ധി ദർശൻ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം ഒക്ടോബർ 2 വൈകുന്നേരം 3 മണിക്ക് പാനൂർ യു പി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ദർശൻ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ 156ാം ജന്മദിനാഘോഷം സമുചിതമായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിജിയുടെ ജന്മദിനം സമുചിതമായി ആഘോഷിക്കും. വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ പരിപാടികൾ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗാന്ധിജിയുടെ ജന്മദിനം 156 വാർഷിക ദിനത്തിലാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പാനൂർ ബ്ലോക്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2 വൈകുന്നേരം 3 മണിക്ക് പാനൂർ യു പി സ്കൂളിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് കെ കെ ദിനേശൻ അധ്യക്ഷത വഹിക്കും. എം ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകരായ വി സുരേന്ദ്രൻ മാസ്റ്റർ, കെ ഭാസ്കരൻ മാസ്റ്റർ, കെ പി കുമാരൻ കോച്ചു, കെ കെ ദിനേശൻ മാസ്റ്റർ, എം കെ രാജൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ പ്രഥമ പരിപാടി എന്നുള്ള നിലയിൽ നമ്മൾ സ്കൂളുകളിൽ നിന്നും സെലക്ട് ചെയ്ത് നിർദ്ദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ കുട്ടികളെ ഇന്നലെ തന്നെ ഒരു 125ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തു വരുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കളും കൂടി വരുമ്പോൾ കുട്ടികളിൽ ഗാന്ധിയൻ ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുക, കുട്ടികൾ മനസ്സിലാക്കുക, ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രചരണങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക. ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാഞ്ജലി, അതോടൊപ്പം തന്നെ അന്ന് രാവിലെ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളും നമ്മുടെ പാനൂർ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൂടി ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ സമ്മേളനത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പുറമെ നമ്മുടെ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രഭാഷകനും എഴുത്തുകാരനും ചിന്തകനൊക്കെയായ ശ്രീ എം ഹരീന്ദ്രൻ മാസ്റ്റർ ഗാന്ധി ഇന്ന് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. സമഗ്ര ന്യൂസ് പാനൂർ.